അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ രണ്ട് ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കി. നമുക്ക് മൂന്നാമത്തെ ഹദീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമുക്ക് മൂന്നാമത്തെ ഹദീസിൽ പഠിക്കാനുള്ളത്, ഒരു പുണ്യമാക്കപ്പെട്ട മാസത്തിലാണല്ലോ ഞാനും നിങ്ങളും നമ്മുടെ സമയങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മാസത്തിലെ പ്രതിഫലങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ നന്മകളും ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സഇമ അൻഫുൻ, തുലയട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞു. തുലയട്ടെ ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? റജുലിൻ ദഖല അലൈഹി റമളാനു, ഒരാൾ റമളാനിലേക്ക് പ്രവേശിച്ചു, റമളാനിൽ ജീവിക്കാനുള്ള അവസരം ലഭിച്ചു. നമുക്കൊക്കെ അവസരം ലഭിച്ച ആളുകളാണ്. അങ്ങനെ അവസരം ലഭിച്ച ചില ആളുകളെ നോക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എന്ത്? സഇമ, തുലയട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണം പറഞ്ഞിട്ടുള്ളത്, റമളാൻ കിട്ടിയിട്ടും അവൻ്റെ പാപങ്ങൾ പൊറുക്കാതെ ആ റമളാനിൻ്റെ ഓരോ ദിനങ്ങൾ അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകുകയാണെങ്കിൽ അവന് തുലയട്ടെ, നശിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പരിഗണന റമളാനിൽ നമ്മൾ നൽകണം. അലസതയില്ലാതെ നമ്മളെന്താക്കണം? ശ്രദ്ധിച്ചുകൊണ്ട് റമളാനെ നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപത്തിന് നമ്മളൊക്കെ കാരണമാകുമെന്നുള്ള നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, റമളാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസൊക്കെ വെച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യൂം ജൗസി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: റമളാൻ മാസം ഒരാൾക്ക് ശരിയായ നിലയിൽ സുരക്ഷിതമായി കൊണ്ട് നിലനിർത്തിയാൽ അവൻ ബാക്കിയുള്ള എല്ലാ മാസവും സുരക്ഷിതമാക്കിയെന്നാണ്. ഒറ്റ മാസം സുരക്ഷിതമാക്കിയാൽ ബാക്കി 11 മാസവും നമുക്ക് സുരക്ഷിതമാകുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് ഇങ്ങനെ കയറി. ആദ്യം കയറിയപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ ആമീൻ പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ ആമീൻ പറഞ്ഞു, മൂന്നാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ ആമീൻ പറഞ്ഞു. പ്രവാചകനോട് സ്വഹാബക്കൾ ചോദിച്ചു, അല്ല റസൂലേ, എന്നുമില്ലാത്തൊരാമീൻ ഇന്ന് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആമീൻ പറയാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരം കൊടുത്തിട്ടുള്ളത്, ജിബ്രീൽ എന്ന മലക്ക് പ്രാർത്ഥിച്ചു, അതിന് ഞാൻ ഉത്തരം നൽകി. ജിബ്രീൽ എന്ന മലക്ക് പ്രാർത്ഥിച്ചത് എന്താണ്? ആരാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. റൂഹുൽ അമീൻ, വിശ്വസ്തനായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു വ്യക്തിക്ക് റമളാൻ മാസത്തിൽ ജീവിച്ച് നോമ്പ് പിടിച്ചാൽ തൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവോട് കേണപേക്ഷിച്ച് പൊറുക്കലിനെ തേടിയിട്ടില്ല എങ്കിൽ അവൻ കാരുണ്യത്തിൽ നിന്ന് അകറ്റട്ടെ എന്നാണ് പറഞ്ഞത്. അതിനാണ് പ്രവാചകൻ ആമീൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാർ, എത്ര ഗൗരവത്തിലാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. സ്വാലിഹുൽ ഫൗസാൻ റഹിമഹുല്ല പറഞ്ഞു, ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവന് എല്ലാ വിജയങ്ങളും നന്മകളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മാസത്തിൻ്റെ വിജയവും ഈ മാസത്തിൻ്റെ പ്രതിഫലം കിട്ടിയാലേ ബാക്കിയുള്ളതിനെല്ലാം ബർക്കത്തുണ്ടാകുള്ളൂ എന്നുള്ളതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് റമളാനിനെ ഫലപ്രദമായി കൊണ്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റമളാനിൽ നമ്മൾ ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിന് ഇബാദത്ത് ആത്മാർത്ഥമായി കൊണ്ട് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ദുനിയാവിൽ നമുക്ക് പലതും നഷ്ടപ്പെടാം, പക്ഷേ അതിനേക്കാൾ വലുത് പടച്ചു തമ്പുരാൻ നമുക്ക് പകരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നകലം തദഉ ഷൈഅൻ ഇത്തഖാഅൻ ലില്ലാഹി ഇല്ലാ അതാഖല്ലാഹു ഖൈറൻ മിൻഹു. അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഒരു കാര്യം ഒഴിവാക്കിയാൽ, പടച്ചോന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കാര്യം ഒഴിവാക്കുന്നതെങ്കിൽ അതിനേക്കാൾ നല്ലത് അള്ളാഹു പകരം നൽകാതിരിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, രക്ഷിതാക്കളെ, നമ്മൾ ഉപയോഗപ്പെടുത്തുക റമളാൻ. അതിൽ പ്രവർത്തിക്കാനുള്ള തൗഫീക്കിന് വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആരാധനകൾക്ക് പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ നീക്കും. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ നിറഞ്ഞ റമളാൻ ഇപ്രാവശ്യം നമുക്ക് ലഭിച്ചിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെട്ടു പോയ, അതുപോലെ തന്നെ നാശമടഞ്ഞ ആളുകളിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ, അതിനെ നല്ല രൂപത്തിൽ നമ്മൾ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമ്മൾ നിത്യമാക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്ന. പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്ന. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ഹദീസിൽ നിന്നൊരു ചോദ്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഉത്തരങ്ങളെല്ലാവരും അയക്കണം. ആ ചോദ്യം ഇതാണ്: ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന പ്രവർത്തനം എന്താണ്? ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന പ്രവർത്തനം എന്താണ്?
എല്ലാവരും കേൾക്കുക, ഉത്തരങ്ങൾ അയക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്നെല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഹദീസുകൾ പഠിച്ച് അറിവുകൾ നേടിക്കൊണ്ട് അവൻ്റെ സ്വർഗം നേടുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.